മനുഷ്യനായ ഒരു മര്യാദ വേണം. ഒരു പണി സൈറ്റിൽ നിന്നും മറ്റൊരു പണി സൈറ്റിലോട്ട് വരുമ്പോ സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് കൈ കൊണ്ട് തുടരണം. ഇതും വെറും കൈ വീശി എന്റെ കൂടെ ഇങ്ങനെ വാ. അപ്പൊ ഞാൻ ഒന്ന് കൊണ്ടുവന്നില്ലേ? നീ എന്തോ കൊണ്ടുവന്ന്? നിനക്ക് കണ്ണ് കണ്ടുകൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെവിയിൽ പെൻസിൽ ഉണ്ടോന്ന് നീ കണ്ടായിരുന്ന? നല്ലോണം ബുദ്ധിമുട്ടിയല്ലേ? കാരണം ഈ പെൻസിൽ ആ ചെവിയിൽ വന്നിരിക്കണമെങ്കിൽ മിനിമം ഒരു 12 യൂണിയൻ കാരെങ്കിലും വേണം. കാരണം കൂപ്പിന്നാണല്ലോ ഇതെടുത്ത് ചെവിയിലോട്ട് വെച്ചത്. ആക്ഷേപിച്ച് കഴിഞ്ഞെങ്കിൽ പെൻസിൽ പിടി. ഇത് ആപ്പാ ഊപ്പ വീടൊന്നുമല്ല. ഇവിടെ ഒരു സസ്പെൻഷൻ ആയ ഒരു SIയുടെ വീടാണ്. ഈസ്റ്റ് SI. പുള്ളിക്കാരന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് അവിടെയാണ് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. ഈസ്റ്റ് SI ഞാനൊന്ന് വിളിക്കാം. അല്ല, ഈസ്റ്റ് SI വിളിക്കണ്ട. ഈസ്റ്റല്ലേ പറഞ്ഞ് പൊങ്ങി വന്നോളൂ ഒന്ന്. പെയ്യും നിലാവിൽ പാരിജാതത്തിൻ ചോട്ടിൽ ഇനിയും നിൻ നൂപുരങ്ങളാടും. ഞാനീക്കറിയാ. നിങ്ങൾക്കറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീടിന്റെ ഫ്രണ്ട് വരുമ്പോ ഞാൻ അറിയണം നിങ്ങൾ ആരാന്ന്. സാറേ, ഞാൻ കറിയാ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് വരികയാണ്. നമുക്ക് വേറൊരു സ്ഥലത്ത് തടിപ്പണി നടക്കുകയാണ്. ഇവിടെ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ മുതലാളിയാണെങ്കിൽ മരിച്ചിരി കച്ചവടമാണ്. പുള്ളിയാണെങ്കിൽ വിളിയോട് വിളി തന്നല്ലേ. പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? 72 വയസ്സുണ്ട്. മരച്ചീനി കച്ചവടം, വിളിയോട് വിളി, 72 വയസ്സ്. ചിലപ്പോ വിളി വരും. നമുക്ക് ഈ അയ്മോദകത്തിലെ വെള്ളം ചാലിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. സാറേ, അതല്ലെന്ന് പണിക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കണെന്ന്. പണിക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കുന്നു. അത് ശരി. എന്തോ പണിയാ സാറേ? ഇഞ്ഞ് വന്നേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണ്? ഇതാണ് എന്റെ സഹായി. ഓ, പറഞ്ഞോണ്ട് മനസ്സിലായി കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിന് CBI ആണെന്ന്. കറക്റ്റ് കുറിയുണ്ട്. അയ്യോ, അതല്ലെന്ന്, സഹായിയാണെന്ന്. ഏതാ പണിയുണ്ട് സാറേ? ഇത് എന്റെ പാരമ്പര്യ കട്ടിലാണ്. പായ ഉണ്ടെങ്കിൽ കട്ടിൽ എന്തിനാ സാറേ? വന്നുടനെ തന്നെ 5000 രൂപ പണി അങ്ങ് ചെയ്ത് വീട്ടിലെ ഒരു കോമഡി അടിച്ച്. ഈ പാരമ്പര്യ കട്ടിലിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അങ്ങനെയാണെങ്കിലേ ടോമിച്ചൻ മുളകുപാട് നമ്മുടെ വീട്ടിനടുത്താണ്. കട്ടിലിനെ പറഞ്ഞു വിട്ടൊരു കഥ പറയുകയാണെങ്കിൽ പുരുമുരുകന്റെ പാർട്ട് സെക്കൻഡ് ചെയ്യാം. കട്ടിൽ മുരുകൻ. 5000 കൂടെ 10000 ആയി. ഞാൻ ബാക്കി ഞാൻ പിടിച്ചാ മതി ഇനി, അല്ലേ? ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം മനസ്സിലായില്ലേ? അതായത് എന്റെ ആദ്യ രാത്രിയായിട്ട് എനിക്ക് ഈ കട്ടിൽ തന്നെ ഉപയോഗിക്കണമെന്ന് ഒരേ വാശിയാണ്. കാരണം എന്തെന്നറിയാവോ? എന്റെ പാപ്പൻ ആദ്യ രാത്രി കൂടിയത് ഈ കട്ടിലാണ്. പാപ്പന് 10 മക്കളായിരുന്നു. പിന്നെ കൊച്ചുപാപ്പൻ ആദ്യ രാത്രി കൂടിയതും ഈ കട്ടിലായിരുന്നു. കൊച്ചുപാപ്പന് 15 മക്കളായിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് കട്ടിലാണോ കാൽക്കുലേറ്റർ ആണോ? കണക്കിങ്ങനെ കൂട്ടി വിടാൻ വേണ്ടിട്ട്. എന്തായാലും എനിക്ക് ഈ കട്ടിൽ വേണമെന്ന് ഒരേ നിർബന്ധമാണ്. അല്ല, ഈ ആചാരം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവൂല. ഞങ്ങളുടെ വീട്ടിലൊരു ആചാരമുണ്ട്. അത് ശരി. മുറി ആചാരം. അതായത് ഞങ്ങളുടെ കുടുംബത്തിന് ആര് കല്യാണം കഴിച്ചാലും ആ മുറി തന്നെ കഴിയണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞാനും എന്റെ പെണ്ണും കൂടെ ആ മുറിക്കകത്ത് കയറി ഇവൾ ഓടി വന്ന ആ ഡോറങ്ങ് അടച്ച് എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്റെ ഉടുപ്പങ്ങ് വലിച്ചൂരി. എന്നിട്ട് എന്നെ ചുരണ്ടെന്ന്. എന്നിട്ടാ ഞാൻ ഓട്ടോ അടിച്ചാൽ വീട്ടിൽ കൊണ്ടാക്കി. CBI ഒരു നിമിഷം. അല്ലേ, നമുക്കേ ഈ പുള്ളി പറഞ്ഞത് ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? പുള്ളിക്കാരന്റെ ഭാര്യയെ കുറിച്ച്. ആ കൊച്ച് ഡ്രസ് ഷർട്ട് ഒന്ന് വലിച്ചൂരിയപ്പോ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ടെന്തോന്ന്, വീട്ടുകാർ നിർബന്ധിച്ച് സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച്. ഇത് ആരടാ പല്ലില്ലാത്ത എവനൊക്കെ മുറുക്കു മേടിച്ചു കൊടുക്കുന്നത്? അതെ, എനിക്ക് വന്നപ്പോഴേ ശ്രദ്ധിച്ചു. 40-48 വയസ്സായില്ലേ? ഇത്രയും നാള് കല്യാണത്തിന് വേണ്ടി കാത്തിരുന്നതിന്. ഡ്യൂട്ടിയിലായിരുന്നേ. പിന്നെ എങ്ങനെ കവർ പൊട്ടിച്ച് പുറത്തു വന്നു? ഫ്രൂട്ടിയിലാണെന്ന് പറഞ്ഞു. ഫ്രൂട്ടിയിലൊന്നല്ല ഞാൻ പറഞ്ഞത്. ഡ്യൂട്ടിയുടെ തിരക്ക് കാരണം ഇത്രയും പ്രായം. അങ്ങനെ എനിക്കൊരു മാമനുണ്ട് കേട്ടാ. എങ്ങനെ ഡ്യൂട്ടി ആയിരുന്നോ? ഡ്യൂട്ടി അല്ലെന്ന്. 48 വയസ്സുണ്ടായിരുന്നു. ഇപ്പഴാണ് കല്യാണമായത്. ശരി. ചിങ്ങം വന്നാ കല്യാണമായി. അപ്പൊ ചിങ്ങം വന്നില്ലെങ്കിലോ? ചിങ്ങം വന്നിട്ട് വയറ്റിലെ ഹബ്ബിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കണം. ചിങ്ങം വന്നില്ലെങ്കിൽ ചിങ്ങത്തിന്റെ വീട്ടിൽ ചെന്ന് ഓട്ടോ വിളിച്ചോണ്ട് വരും മാമൻ. ഓട്ടയ്ക്ക് ദേഷ്യം മാമന്. അത് ശരി. ഈ മേശ്ശേരിയുടെ കല്യാണം, നമ്മുടെ മേശ്ശേരിയുടെ കല്യാണം കഴിഞ്ഞാണോ? നമ്മുടെ മേശ്ശേരി ആണുങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കും സാറേ? അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? എന്റെ കല്യാണം ഒരു വെറൈറ്റി കല്യാണമായിരുന്നു. എന്താണ്? ക്യാച്ച് മാരേജ് ആയിരുന്നു. അയ്യോ, അപ്പൊ വിദേശത്ത് ഒരുപാട് പൈസ മുടക്കിയുള്ള കല്യാണമായിരുന്നല്ലേ? വിദേശത്തൊന്നും പോണ്ട, പിന്നെ ഇത്തിരി ഉറക്കൊഴിഞ്ഞാ മതി. അതെങ്ങനെ? പാതിരാത്രി ആൾക്കാർ ഓടിച്ചിട്ട് പിടിച്ച് ക്യാച്ച് ചെയ്ത് മാരേജ് നടത്തിയതാ. ഓ, അത് അങ്ങനെ ക്യാച്ച് മാരേജ്. പക്ഷെ എന്റെ കല്യാണം അങ്ങനെയൊന്നും അല്ല. ഞാൻ സ്നേഹിച്ചാ കല്യാണം കഴിച്ചത്. പിന്നെ ആരെങ്കിലും വിഷമം കൊണ്ട് കല്യാണം നടത്തൂ? വിഷമം കൊണ്ട് കൈ പിടിച്ച് കടിക്കുമായിരിക്കും. അല്ലെ, ദേഷ്യപ്പെട്ടൊന്നും ആരും കല്യാണം നടത്തൂല. പിന്നെ എങ്ങനെയായിരുന്നു മക്കളൊക്കെ? മക്കൾ 6 മക്കളുണ്ട്. അതിലൊന്നും ഒരു വിഷമക്കുറവില്ല. ദേഷ്യം വരൂല എനിക്ക്. മക്കളെ കാര്യം പറഞ്ഞപ്പോഴാ സാറേ,
ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല കേട്ടാ. അയ്യോ ഭയങ്കര വിഷമോ. അത് ശരി. നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാനും എന്റെ ഭാര്യയെ കൂടെ ഈ വിഷമത്തിൽ നമ്മൾ അങ്ങനെ ബോറടിക്കാം. കാരണം കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മള് ബോറടി മാറ്റാൻ വേണ്ടി ഈ മൊബൈലിനകത്ത് എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചോണ്ടെങ്കിൽ ഇരിക്കും സാറേ. ഈ റബ്ബർ ബാൻഡ് ഇട്ട മൊബൈലിലാണ് ഗെയിം കളിക്കുന്നത്. ഇന്നത്തെ ഹൈടെക് മൊബൈൽ ഉപയോഗിക്കാത്തത് അതിലൊക്കെ ഒരുപാട് നല്ല ഗെയിമുകളില്ലേ? അയ്യോ അതിനെക്കാട്ടി നല്ലൊരു ഗെയിമിനകത്തുണ്ട് സാറേ. എന്താണ്? നമുക്ക് വിഷമം വരുമ്പോ ഞാനും ഭാര്യയെ കൂടെ ഈ മൊബൈലിനകത്തുള്ള ഗെയിം എന്ന് പറഞ്ഞാല് ഒരു ഞറങ്ങണി പാമ്പേ ഇതിങ്ങനെ ഊന്നൂന്ന് വരും. ഒരു ആപ്പിൾ കഴിക്കുമ്പോ ഇത്രയും നീളോ, വീണ്ടും ഒരു ആപ്പിൾ കഴിക്കുമ്പോ ഇത്രയും നീളോ, വീണ്ടും കുറെ ആപ്പിൾ കഴിയുമ്പോ ഒരൊറ്റ നിപ്പാണ് ഈ പാമ്പ് ഇങ്ങനെ. അപ്പൊ നമുക്ക് വിഷമത്തോട് വിഷമം. എന്താണ് നീ വിഷമം എന്താണ്? കറക്റ്റ് കുഞ്ഞുങ്ങളില്ലല്ലോ. നീ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ പാമ്പിനെ കൊണ്ടുള്ള ആപ്പിൾ തീറ്റി അങ്ങ് നിർത്തണം. അത് പെരുക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാടാ? നീ അതങ്ങ് മാറ്റിക്കള. എപ്പോഴും ഈ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കണ്ടെന്ന് കുഞ്ഞുങ്ങളെ കാര്യത്തിൽ തീരുമാനമില്ല. നല്ലൊരു വൈദ്യനുണ്ട്, ഞാറക്കൽ വൈദ്യനെ പോയി കാണണം. അവിടെ പോയി കണ്ടിട്ട് ഒരു തൈലം മേടിക്കണം. ആ തൈലം മേടിച്ചോണ്ട് വന്ന് നിന്റെ ഭാര്യയുടെ വയറ്റിൽ പെരട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ അപ്പൊ സന്തോഷവും. എന്നാലും ഒരു പ്രശ്നമുണ്ട് സാറേ. എന്താണ്? കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ ചെല്ലുമ്പോഴേ അച്ഛന്റെ സ്ഥാനത്ത് വിജയനെന്ന് എഴുതോ കൊട്ടൻ ചുക്കാതി തൈലോന്ന് എഴുതുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ കൊണ്ടുവച്ചു ഞാൻ. എന്താ സംഭവത്തെ നോക്കുന്നേ? എന്റെ ഇരിക്കുന്നിടം കണ്ടില്ല. അതല്ലേ ഈ സൈഡിൽ ഇങ്ങനെ പന്ത് കണക്ക് പെരുവിയിരിക്കുന്നത്. അതല്ലേ ഇരിക്കുന്ന ഒരു പലക കണ്ടില്ല. ഓ പലക. പണി തുടങ്ങുന്നതിന് വന്ന് കഴിക്കായിരുന്നു. കഴിക്കുന്നുണ്ടോ? അയ്യോ എനിക്ക് വേണ്ട, പുള്ളിക്ക് കൊടുക്കും. അതെന്താ കഴിക്കാത്ത? എനിക്ക് 2 ദിവസമായിട്ട് വയറ്റിന് പോകണില്ല, ഒന്നും വേണ്ട. രാവിലെ എന്താ കഴിച്ചേ? അയ്യോ ഒന്നും കഴിച്ചില്ല. അപ്പൊ ഇന്നലെ ഒന്നും കഴിച്ചില്ലെന്ന്. മെനിഞ്ഞാന്നൊന്നും കഴിച്ചില്ല. CBI ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ടാങ്കിൽ പെട്രോൾ ഉണ്ടെങ്കിൽ അതിന്റെ പിറകിരിക്കുന്ന സൈലൻസറിൽ നിന്ന് പുകയെങ്കിലും വരും. ഒന്നും കഴിച്ചില്ല, പിന്നെ നമുക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് പോകാനുള്ളതാണ്. അണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന പണി നീങ്ങത്തില്ല. ഇങ്ങനെ ആക്കണം. പിന്നെ സാർ എന്താണ് മൊബൈലിൽ കണ്ടായിരുന്നു ഇവന്റെ മൊബൈലില് സാർ ഈ യൂട്യൂബിലൊക്കെ പരിപാടി ഉണ്ടല്ലേ? എനിക്ക് ഈ ബക്കറ്റ് ചിക്കന്റെ പരിപാടി ഉണ്ട് കേട്ടോ. ഡ്യൂട്ടിയില്ലാത്ത ടൈമൊക്കെ അതൊക്കെയാ. ബക്കറ്റ് നിങ്ങൾ ബക്കറ്റ് ഉപയോഗിക്കും? ബക്കറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ കുളിക്കാനും തുണി കഴുകാനൊക്കെ ഉപയോഗിക്കും. ഞങ്ങൾ ബാത്റൂമിൽ പോകാൻ ഉപയോഗിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ റൂറൽ ഏരിയയിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവാത്ത, നമ്മൾ കൺവേ ആവാത്ത കാര്യം അതാണ് തോന്നുന്നു. സാറേ അതൊക്കെ പണ്ട്. ഇപ്പൊ റൂറൽ ഇല്ല. പിന്നെ ഇപ്പൊ പഞ്ചായത്ത് എല്ലാവർക്കും ശൗചാലയം കൊടുത്തെന്ന്. ശൗചാലയം ഇപ്പൊ പിന്നെ മണിയന്റെ വീട്ടുകാർക്ക് റൂറൽ ഏരിയ ഇല്ല. അവിടെ മരിച്ചിരി വിളയിലാണോ റൂറൽ. അത് ശരി. വേറൊരു കാസുണ്ട്. എന്ത്? ആ ഒരു വസന്ത കാലം ഉണ്ടല്ലോ സാറേ. ഞാൻ ആ റൂറലാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ ഉള്ളേരിയയിൽ താമസിക്കുന്നുണ്ടാണ് ഞാൻ പറയുന്ന മനസ്സിലാവാത്തതെന്ന്. അതായത് മാഷ കേൾക്കണം, എനിക്ക് ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. കണ്ടുണ്ടോ? കാണുന്ന ഗ്രാമം കണ്ടോ? ആ ഗ്രാമത്തിലെ കുടിലുകളുടെ ഇടയിലേക്ക് ഞാൻ രാത്രി ചെല്ലും. എന്നിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കും. എന്നിട്ട് എന്തോന്ന് ഇപ്പൊ ആ ഗ്രാമം കത്തിച്ചതിന്റെ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം കൂടെ നോക്കുന്നു കേട്ടോ. ഞാനല്ലെന്നൊന്ന് പറഞ്ഞേക്ക്. ഇത് കേട്ടോ പെട്ടെന്ന് പണി നടക്കട്ടെ. കല്യാണ പെണ്ണ് അകത്തുണ്ട്. ഉണ്ടോ? ഹണിമൂൺ പ്ലാൻ ചെയ്തായിരുന്നോ? ഹണിമൂണ് നമ്മള് ബ്രസീൽ പെറു. ഉപ്പാട് വരുമല്ലോ. എന്തെന്ന്? ബസ്സിൽ പറ്റാ? അയ്യോ ബസ്സിൽ പെറുന്നല്ല, ബ്രസീല് പെറു എന്നീ 2 സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ പെറു എന്ന് പറഞ്ഞ ചെറിയ രാജ്യമല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഒരു സൈക്കിൾ ട്യൂബ് എടുത്തോണ്ട് വന്നിട്ട് ഈ പമ്പില്ലേ, പൈപ്പ് നമ്മൾ കാറ്റടിക്കൂലേ, അതുപോലെ പെറുവിന്റെ സെന്ററിൽ കൊണ്ടുവച്ചിട്ട് 2 അടി എടുക്ക്. അപ്പൊ ചിലപ്പോ അങ്ങ് പെരുവിയാലേ പെറു. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പെറു ചെറുതല്ലേ എന്ന്. നിങ്ങൾ പണി ചെയ്യും. നിങ്ങൾ എന്റെ ഞാൻ പോകുന്ന സ്ഥലം നോക്കാതെ. സാറിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? സന്തോഷമൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ? അതെ. അപ്പൊ കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. കോഷ് കലക്കി വെച്ചായിരുന്നല്ലോ കല്യാണമായിട്ട്, കുടിച്ചില്ലേ? അതല്ലത്, പിന്നെ തലയ്ക്ക് പിടിക്കാൻ പള്ളിയിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട്, വെഞ്ചരിക്കും തലയ്ക്ക് പിടിച്ച്. അതുപോലെ അതല്ല സാറേ, പിന്നെ മദ്യം കിട്ടുമായിരുന്നെങ്കിൽ. വോഡ്ക കഴിക്കുന്ന ടീമാണോ നിങ്ങൾ? വോഡ്ക എങ്ങനെയാ നിങ്ങൾ? മുളകാണോ നാരങ്ങയാണോ പിഴിഞ്ഞ് കഴിക്കുന്നത്? എനിക്ക് നാരങ്ങ. എനിക്ക് മുളക്. ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ചിക്കൻ ബെൽറ്റ് ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? ശരി, പണി നടക്കട്ടെ, ഞാൻ അത് കഴിച്ചിട്ട് വരാം. പുള്ളിയുടെ പേരെന്തോന്നാ പറഞ്ഞേ? ഈസ്റ്റ് അല്ല, വേസ്റ്റ്. നീ പണിയാൻ നോക്ക്. വരുന്നതിന് മുമ്പ് നീടോ അത് തൊളിച്ച് നീ എവിടെ കയറി പിടിച്ചത്? ഒന്നാമത് പോലീസുകാരാണ്. നീ അങ്ങനെ കയ്യിലിരിക്കണോടെ മേടിച്ച് കെട്ടണം. എന്തെങ്കിലും അവരുടെ മുട്ട് കഴിയാൻ കയറ്റി കളയും. ഈ സാധനങ്ങൾ പറയും മാറ്റാ. നേരെ പിടിയടാ. ഒട്ടിച്ചു പോയി. അയ്യോ കേൾക്കാൻ കയറ്റി തരും എന്റെ ഇടയിൽ. സാറന്മാരെ സാറേ, പിന്നെ നമുക്കൊരു ആചാരമുണ്ട് കേട്ടോ. നമ്മൾ എവിടെ പണിക്ക് ചെന്നാലും ഇപ്പൊ നമ്മൾ വാതിലാണ് പണിയണമെങ്കിൽ അവിടുത്തെ മുതലാളിയെ കൊണ്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യിപ്പിക്കും. ശരി. നമ്മൾ ജനലാണെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്യിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇതിലൊന്ന് ടച്ച് ചെയ്താൽ ഇതിൽ ടച്ച് ചെയ്യണം ഞാൻ. അത്രയല്ലേ ഉള്ളൂ.
ടച്ച് ചെയ്യണ മാത്രം എന്തിനാ? എനിക്കൊന്ന് ഇരുന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഉപയോഗിക്കുന്ന കട്ടില് എനിക്കൊന്ന് ഇരുന്നൂടി. അയ്യോ എന്തൊരു പരിപാടി സാറേ കാണിച്ചത്? കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കട്ടിലില്ലേ? നിങ്ങൾക്ക് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി ഈ കട്ടിൽ പണിഞ്ഞിട്ട് വേണം നമുക്ക് മ്യൂസിയത്തിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട്. മനസ്സാക്ഷി വേണം. ഇനി ഒരു കാര്യം ചെയ്യും, നാളെ ശാന്തി മുദ്രാക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? എന്നിട്ട് നമ്മൾ കട്ടിലേക്ക് ശരിയാക്കിയ പോരെ? അതിന് മുമ്പ് ആദ്യം എന്റെ നടുകൊണ്ടുപോയി ശരിയാക്കടാ.